സക്സസ് ആവണമെങ്കിൽ ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ്. ഒരിക്കലും ഒരു ജോലിക്ക് പോയിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ സക്സസ് ആവാം, അതായത് ഒരു സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. എന്റെ ഇന്ന് ഞാൻ പറഞ്ഞ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, പലരും ഇന്ന് എന്റെ ഒരു മാറ്റങ്ങൾ കണ്ടിട്ട് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങളെ ആരൊക്കെ പുച്ഛിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ടോ, നാളെ അവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത്രയും സാധ്യതയാണ് ഇവിടെ. ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി നമുക്കറിയാം അത്രയും നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ മേഖല വിട്ട് മറ്റേത് മേഖലയിൽ പോയാലും സക്സസ് ആവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്? സാധിക്കില്ല. നേരത്തെ പറഞ്ഞാൽ സാധിക്കും. ചെറിയൊരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ജോലിക്ക് പോക്കോ, നിങ്ങൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്തോ. പക്ഷെ നിങ്ങൾ ലൈഫിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മൈ ലൈഫ് സ്റ്റൈൽ ചെയ്. റിജക്ഷൻ കേൾക്കട്ടെ. അതിനെയൊക്കെ റിജക്ട് ചെയ്യുന്നവരോടൊക്കെ യെസ് ആക്കി നിങ്ങൾ മനസ്സിലേക്ക് എടുക്ക്, നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് എന്റെ ഒരു ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടനാട്ടുകാരാണ്, വെള്ളത്തിന്റെ ചുറ്റും വെള്ളത്തിൽ നടുക്ക് ജീവിച്ച വ്യക്തിയാണ്. അവിടെ ഒരു സൈക്കിള് പോലും എത്തില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. നമുക്കൊരു അക്കരെ ഇക്കരെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു പാലം ഇല്ല, തോണി തുഴഞ്ഞു പോകണം അല്ലെങ്കിൽ ബോട്ടിൽ പോകണം. അവിടെ ജീവിച്ച എന്റെ അമ്മ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ് സന്ധ്യ മാഡം. സത്യത്തിൽ മാഡത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു അവസരം എന്റെ കൈകളിലേക്ക് എത്തിച്ചു തന്നത് മാഡാണ്. നമുക്കറിയാല്ലേ, നമ്മുടെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഒരിക്കലും അവരെന്താണോ ഒരു മേഖല ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നുണ്ട്, അവരൊരിക്കലും അവരുടെ മക്കളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. കാരണം അവർക്കറിയാം അവിടെ എത്രത്തോളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും, എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അല്ലെ. പക്ഷെ ഇന്ന് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളുകളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ നോക്കി നോക്കൂ. ആ ഫാമിലിയിൽ ഒരാളും കൂടെ എന്തായാലും ബിസിനസ് ചെയ്യുന്നുണ്ടാവും, മക്കളിലേക്ക് ബിസിനസ് എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. കാരണം അവർക്കറിയാം ഈ മേഖല എത്രത്തോളം സുരക്ഷിതമുള്ളതാണെന്ന് അവർക്കറിയാം, എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ എന്റെ അമ്മയും ഈ അവസരം എന്റെ കൈകളിലേക്ക് എത്തിച്ചെന്ന് എന്നെ ഇന്ന് കൈപിടിച്ച് എന്റെ അമ്മയാണ് മുന്നോട്ട് നയിക്കുന്നത്. കാരണം എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്റെ അമ്മയാണ്. കാരണം പറയാൻ പറ്റുന്നതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാരണക്കാരി, കുട്ടനാട്ടിൽ ജീവിച്ച ഒരു സാധാരണക്കാരി, സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ഒരു സാധാരണക്കാരി ഇന്ന് സ്വന്തമായിട്ട് ഒരു കാർ അച്ചീവ് ചെയ്ത, കാർ കൊണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തും എല്ലാം തനിച്ച് ഡ്രൈവ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം അതുവരെ ഞാൻ കണ്ടൊരു അമ്മയല്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കി രാവിലെ ജോലിക്ക് പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി ജോലി ചെയ്ത് വീട്ടിൽ വന്ന് ക്ഷീണം, പ്രശ്നം എന്നൊക്കെ പറഞ്ഞ്, ശ്വാസം മുട്ടൽ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലൈഫ് സ്റ്റൈലിലേ പോയിക്കൊണ്ടിരുന്ന അമ്മ ഇനി അങ്ങോട്ട് മാറുകയാണ്. മാറുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ മാറ്റമല്ല അത്. ഇതേപോലെ ഫീൽഡിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ടാക്കി ടീമിനെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം അത്. ആ മാറ്റാണ് എന്നെയൊക്കെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വന്നാൽ പോലും അതിനെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ മാറ്റാണത്. ഞാൻ പറഞ്ഞു തന്നത് അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. ഒരുപാട് ഏജ് ആയിട്ടുള്ളവരുണ്ടോ? ഏജ് ഒരു പ്രശ്നമല്ല. നമ്മുടെ കമ്പനി പറയുന്നില്ലേ, 18 വയസ്സ് കഴിഞ്ഞോ ആർക്ക് വേണേലും ബിസിനസ് ചെയ്യാം, പ്രായപരിധി പറയുന്നില്ല എന്നുള്ളതാ. ഇന്ന് എത്രയോ ആൾക്കാര് നമ്മൾ GTS പ്രോഗ്രാമിലൊക്കെ പോയി നോക്കൂ, എത്ര ഓരോ റാങ്ക് വിളിക്കുന്ന സമയത്ത് ഏജ് ആയിട്ടുള്ള എത്രയോ ആളുകൾ കയറുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും ഏജ് ആയിട്ടുള്ള അവർക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അവരെ ആ കോൺഫിഡൻസ് ആണ് ആ സ്റ്റേജിലേക്ക് കയറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ? ആരോഗ്യവും ആയുസ്സും കിട്ടിയിട്ടുള്ള നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? അല്ല, ഇന്ന് ഇന്ന് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്കൊരു പരിധി ഇല്ല എന്നുള്ളതാ. ഹെൽത്ത് ഇഷ്യൂ ഇല്ല, പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളില്ല. അല്ലെ, എവിടെ കേരളത്തിനകത്തോ പുറത്തോ ഇന്ത്യയിൽ എവിടെ വേണോ നമുക്ക് ഓടി നടന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. എന്നെ പോലെ ഒരു പ്രായം എന്ന് ചോദിച്ചാൽ അധിക പ്രായമൊന്നും ഇല്ല, ചെറിയ പ്രായമാണ്, എന്നാലും അത്ര വലിയ പ്രായമില്ല. അപ്പൊ ഈ പ്രായത്തില് എനിക്കിത് സാധിക്കുന്നത് ഇവിടുന്ന് കിട്ടിയ കോൺഫിഡൻസും കാര്യങ്ങളാണ്. ഫീൽഡ് വർക്കാണ് മെയിൻ ആയിട്ട്. നിങ്ങള്
തുടക്കത്തിൽ ചിന്തിക്കരുത്. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതൊരു പ്രൊഡക്റ്റുമായിട്ട് പോകണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള പല ആളുകളും ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. റീറ്റെയിൽ ആണ് നമ്മുടെ ഈ ബിസിനസിന്റെ നെടുന്തൂണെന്ന് തന്നെ പറയുന്നത്. റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ലീഡേഴ്സ്, മെയിൻ ആയിട്ടുള്ള കാര്യം ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക. കാരണം എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ആണല്ലേ. അവർ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുപാട് റിജക്ഷൻസ് നെഗറ്റീവ് ഒക്കെ കേട്ട് ഉണ്ടാക്കിയെടുത്താണ്. ആ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക. ഇവിടെ പൊതുവേ ഉള്ളൊരു ധാരണ എന്താന്ന് വെച്ചാൽ ലീഡേഴ്സിനെ പൈസ ഉണ്ടാക്കൂ എന്ന് പറയും. ഇത് ലീഡേഴ്സിന് പൈസ കിട്ടുന്ന പരിപാടിയാണെന്നാണ് മിക്ക ആൾക്കാരും പറയാ. ശരിയാണ്, ഇത് ലീഡേഴ്സിന് പൈസ കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? ലീഡറാവ്. ലീഡറായ പിന്നെ നമുക്ക് പൈസ കിട്ടിയില്ലേ? നമ്മൾ എന്തിനു പിന്നെ പറയേണ്ട ആവശ്യം? നമ്മൾ ലീഡറായിക്കോ, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പം ഓരോ വ്യക്തികളും ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ 409 ആളുകളുണ്ട്. ഈ 409 ആളുകളും ലീഡേഴ്സ് ആവ്. ലീഡേഴ്സായി പൈസ ഉണ്ടാക്ക്. അങ്ങനെ ലൈഫ് സ്റ്റൈലിനെ തന്നെ അങ്ങോട്ട് മാറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുള്ളത്.